എല്ലാ ദിവസവും അതിരാവിലെ ദൈവത്തിൻ്റെ തിരുവചനം ഭാഗ്യവചനധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു. ഭാഗ്യവചനധാര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഭാഗ്യവചനധാരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മനുഷ്യജീവിതത്തിൽ ഏറ്റവും ആഴത്തിലുള്ള ആഗ്രഹം സ്നേഹിക്കപ്പെടുക എന്നത് തന്നെയാണ്. എന്നാൽ ഇന്ന് പലപ്പോഴും സ്നേഹം പ്രത്യുപകാരം പ്രതീക്ഷിക്കുന്നതായി മാറുന്നു. പക്ഷെ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് നിബന്ധനകളില്ലാത്ത സ്നേഹത്തെക്കുറിച്ചാണ്. ഒന്നാമതായി യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവസ്നേഹം നിബന്ധനകളില്ലാത്തതാണ്. ദൈവം നമ്മെ പാപികളായിരിക്കുമ്പോഴും സ്നേഹിക്കുന്നു. മനഃശാസ്ത്രജ്ഞനായ അബ്രഹാം മാസ്ലോ മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളിൽ ഒന്നായി കാണുന്നത് ലവ് ആൻഡ് ബിലോങ്ങിങ് ആണ്, സ്നേഹവും ഉൾക്കൊള്ളലും. ദൈവം തന്നെയാണ് ഈ ആവശ്യം നിറവേറ്റുന്നത്. നമുക്ക് വേണ്ടത് അവൻ്റെ സ്നേഹം സ്വീകരിക്കലാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിലൂടെ മാത്രമേ ആ ആഴത്തിലുള്ള ആവശ്യം മനുഷ്യന് നിറവേറ്റപ്പെടുവാൻ സാധിക്കുകയുള്ളൂ. 2, ദൈവസ്നേഹം നമുക്ക് മാറുവാനുള്ള പ്രേരക ശക്തിയാണ്. റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യം, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ദൈവം ആദ്യം നമ്മെ സ്നേഹിക്കുന്നു, പിന്നെ നമ്മെ മാറ്റുന്നു. മനഃശാസ്ത്രജ്ഞനായ കാൾ റോജേഴ്സ് പറയുന്നു, "When I accept myself just as I am, then I can change." ഞാൻ എന്നെ ഞാനാണെന്ന് സ്വീകരിക്കുമ്പോഴാണ് മാറ്റം സംഭവിക്കുന്നത്. ദൈവം നമ്മെ അങ്ങനെയാണ് സ്വീകരിക്കുന്നത്. നമ്മെ പൂർണ്ണമായി അറിയുകയും അതിനുശേഷവും സ്നേഹിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ദൈവസ്നേഹം നമ്മുടെ മനസ്സിനെ പുതുക്കുന്നത്, കുറ്റബോധം നീക്കുന്നത്, ആത്മവിശ്വാസം പുനഃസ്ഥാപിക്കുന്നത്. 3, നിബന്ധനകളില്ലാത്ത സ്നേഹം മറ്റുള്ളവരോട് പ്രകടിപ്പിക്കുക. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 34-ാം വാക്യം, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. ദൈവം നമ്മെ എങ്ങനെ സ്നേഹിച്ചു അതുപോലെ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കേണ്ടതുണ്ട്. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ വിധിക്കുന്നു, അളക്കുന്നു, പരിധി വയ്ക്കുന്നു. എന്നാൽ മദർ തെരേസ പറഞ്ഞു, "If you judge people, you have no time to love them." നീ മറ്റുള്ളവരെ വിധിക്കുന്നുവെങ്കിൽ അവരെ സ്നേഹിക്കുവാൻ നിനക്ക് സമയമുണ്ടാകില്ല. സ്നേഹിക്കുന്ന മനോഭാവം മനുഷ്യന്റെ മാനസികാരോഗ്യത്തെ വളരെയധികം മെച്ചപ്പെടുത്തുന്നു. അത് ആശങ്കയും വിഷാദവും കുറയ്ക്കുന്നു, ആത്മശാന്തിയും ആത്മബലവും നൽകുന്നു. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ നിബന്ധനകളില്ലാത്ത സ്നേഹം നമ്മെ വിളിക്കുന്നത് സ്വാർത്ഥത വിട്ട് നന്മയോടെ ജീവിക്കാൻ തന്നെയാണ്. നമ്മുടെ ജീവിതം അതിൻ്റെ പ്രതിഫലനം ആയി തീരട്ടെ. 1 കൊരിന്ത്യർ 13-ാം അധ്യായം 13-ാം വാക്യം, ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ 3 നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.